ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പരിപ്പൂരൊക്കെ ഇരുന്നുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം ഡിഷസ് ഉണ്ടാക്കിയൊരു ദിവസമായിരുന്നു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് 2 മരണം ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എനിക്കും പപ്പക്കും മരണത്തിനൊക്കെ പോകണം. 2 സ്ഥലത്തും ഒരേ സമയമൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ രാവിലെ നമ്മൾ പതിവ് പോലെ തന്നെ ഇപ്പോൾ ഗ്രീൻ ടീ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ വളരെ കുറച്ച് എടുക്കുള്ളൂ കേട്ടോ, ഇത്ര ഒഴിക്കുള്ളൂ. എന്നിട്ട് അത് ചൂടോടുകൂടി തന്നെ ഒന്ന് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ജോലികളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുട്ടും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി, ഇത്തിരി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് മാസിന് പോകണത്. അതുകൊണ്ട് രാവിലെ തിരക്കില്ല. അപ്പോൾ വൈകിട്ട് 3 മണിക്ക് ഫ്യൂണറലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈറ്റ് മാസിനാണ് ഞാനും പപ്പയും പോണത്. അപ്പോൾ അത് ഞങ്ങളുടെ തറവാട് വീട് ഞാൻ കാണിച്ചു തരാറില്ലേ, ആ തറവാട് വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിയാണ് മരിച്ചത്. പിന്നെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ചേച്ചി കൂടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ഒരേ സമയത്ത് തന്നെ മരിച്ചത്. അപ്പോൾ അതിന് രണ്ടിനും പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത്തിരി തിരക്കിട്ട് ജോലികൾ ചെയ്തപ്പോൾ കിട്ടിയ പണിയുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ കത്തിയെ, അതിൻ്റെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, അതെടുക്കാൻ തന്നെ പേടിയാണ്. കാരണം പെട്ടെന്ന് കൈമുറിയും, ഭയങ്കര മൂർച്ചയാണ്. അതിൻ്റെ അറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാലില്ലേ പേടിയായി നമുക്ക്. അത് തന്നെയാണ് എൻ്റെ കയ്യിലിപ്പോൾ കൊണ്ടു മുറിഞ്ഞത്. അപ്പോൾ പപ്പ ആദ്യത്തെ ഒരു മരിപ്പിൻ്റെ ഫ്ലെക്സൊക്കെ കെട്ടാൻ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ കൈ മുറിഞ്ഞതൊന്നും പുള്ളി കണ്ടിട്ടേ ഇല്ല കേട്ടോ. കാരണം പുള്ളി ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാത്രമേ ചെയ്യാനും കാണാനും പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു രീതിയാണ്. അതുകൊണ്ട് കൈ മുറിഞ്ഞതാ ഒന്നും പുള്ളി കണ്ടതുമില്ല, ഞാൻ പറഞ്ഞതുമില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ പപ്പ വന്ന് പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇനി ഇതെല്ലാം പണിയെല്ലാം തീർന്നിട്ട് വേഗം തന്നെ എനിക്ക് പപ്പയുടെ കൂടെ പോകണം. അപ്പോൾ ഒരു 2:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ സ്പീഡിൽ പണി ചെയ്യണതാണ്. അതുകൊണ്ടാണ് എൻ്റെ കൈ മുറിഞ്ഞത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് എൻ്റെ കൈ മുറിയില്ല. ഞാൻ ഇത്തിരി ശ്രദ്ധിച്ചൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു കത്തി ആയതുകൊണ്ടാണ്. മറ്റേ കത്തി എത്ര വെട്ടിയാലും നമ്മുടെ കൈയൊന്നും മുറിയൊന്നുമില്ല. അന്നേ സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് അരിഞ്ഞെടുക്കുകയും ചെയ്യാം. ഇതങ്ങനെയല്ല, തൊടുന്നതിന് മുന്നേ കൈ മുറിയും. അങ്ങനെ അത്രയും പേടിയാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തിട്ട് കക്കിറച്ചിയുടെ അകത്തിടാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടാണ് വേഗം കൂടി ഇടലാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തത്. അപ്പോഴേക്കും കൈ മുറിഞ്ഞതുകൊണ്ട് തന്നെ എണ്ണ അവിടെ നിന്ന് പുകഞ്ഞ് കത്തി. ഞാൻ ആ നേരത്ത് കൈ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും എണ്ണ കുറച്ചധികം ചൂടായിട്ടിരുന്നു വെച്ച് അങ്ങനെ 2 ബാച്ചായിട്ട് ആ ഉരുളക്കിഴങ്ങ് രണ്ടും ഓരോരോ ബാച്ചായിട്ടാണ് വറുത്ത് കോരിയെടുത്തത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല. ഒരുമിച്ച് കുറേ അധികം ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് വെന്ത് വരും, ഫ്രൈ ആകില്ല. അപ്പോൾ അങ്ങനെ ഇത്തിരി ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കക്കിറച്ചി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഉരുളക്കിഴങ്ങ അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കറി ഇത്തിരി കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും, ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ചെയ്യണത്. അപ്പോൾ കക്കിറച്ചിയുടെ അകത്ത് നമ്മൾ ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി അത് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഉപ്പും മഞ്ഞളും അതും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ഇടണം. സവാള, വറ്റൽമുളക്, വേപ്പിലേക്ക് ഇട്ടിട്ടാണ് താളിച്ച് അത് ഒരുവിധം ഒരു 1/4 ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്താണ് മസാലയിൽ വെന്ത കക്കിറച്ചി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടി മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് വറുത്ത ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് ഏറ്റവും അവസാനം ഇത്തിരി കുരുമുളക് പൊടിയും കൂടി, ആ കുരുമുളക് പൊടിയുടെ രുചി മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഏറ്റവും അവസാനം അതും കൂടി ഇട്ടിട്ട് അത് ചെയ്ത്, പിന്നെ ഇത്തിരി വേപ്പിലയും വറ്റൽമുളകും കൂടി അതിൻ്റെ മീതയിൽ നല്ലൊരു ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ കുറച്ച് കൊത്തമര അത് ഇരുന്നിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കണതാണ് ഫ്രിഡ്ജിൽ, വെള്ളം വലിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കൂടിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അതെടുത്തൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴുകിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് അരിഞ്ഞെടുത്ത്. പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് കൈയൊക്കെ മുറിഞ്ഞ് ഒരു കഷ്ണം പോയാൽ പോലും നമ്മൾ പണി ചെയ്ത് തീർക്കാതെ അവിടെ നിന്ന് പോരൂലല്ലോ. ഇപ്പോൾ എൻ്റെ കൈ അധികമൊന്നും മുറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ഉച്ച സമയം ഇതുകൊണ്ടാണ് ബ്ലഡ് അങ്ങനെ കുറച്ച് വന്ന് അങ്ങനെ നിന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വരില്ല കേട്ടോ. ഈ ഉച്ച സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി വരുവേ, നമ്മൾ എത്ര തന്നെ വിചാരിച്ചാലും അത് നിൽക്കില്ല. ഇങ്ങനെ എന്താണ് ഏറ്റത്തിൻ്റെ സമയം അങ്ങനെ പറയില്ലേ, ഹൈ ടൈഡ്, അതിൻ്റെ സമയം. അപ്പോൾ അതാണ് അങ്ങനെ.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തോരൻ വെക്കാനായിട്ട് ഞാൻ ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കടുകൊക്കെ പൊടിച്ചിട്ട് അത് സവാളയൊക്കെ ഇട്ട് വഴച്ചൊക്കെ ഇട്ടിട്ട് ഇത്തിരി തേങ്ങ ഒന്നും അടിച്ചെടുക്കാനുള്ള നേരമില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടം തേങ്ങ ഒന്ന് ഒതുക്കി മിക്സിയിലിട്ടൊന്ന് ഒതുക്കി ചെറുതാക്കിയിട്ട് ഒന്ന് ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ തേങ്ങയുടെ കഷ്ണങ്ങൾ അങ്ങോട്ട് കടിക്കണതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് നേരമില്ല, തിരക്ക് പിടിച്ചിങ്ങനെ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഉണ്ടോ ചെയ്യാൻ തുടങ്ങിയത്. പുട്ടൊക്കെ ഉണ്ടാക്കി ആരും കഴിച്ചിട്ടൊന്നുമില്ല. ആ സമയത്ത് പപ്പ ഇപ്പോൾ വന്നത് കണ്ടില്ലേ, ആ സമയത്ത് പപ്പ കഴിച്ചിട്ടില്ല ഫുഡ്. കാരണം രാവിലെ തന്നെ പപ്പ പോയത് ഒരു 7:30 മണിയായപ്പോഴത്തേക്കും പപ്പയും ഫ്രണ്ട്സും കൂടി പോയിട്ട് ഇങ്ങനെ ഫ്ലെക്സ് അടിക്കാൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അടിച്ച് കൊണ്ടുവന്ന് സിമിത്തേരിയുടെ അവിടെയും അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ കെട്ടണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടൊക്കെയാണ് പപ്പ വന്നിട്ടുണ്ടാകുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പപ്പക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണത് കേട്ടോ. പിന്നെ ഒരു മോരിയാറും കൂടി വെച്ചു. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് മോരിയാറും കടല ഫ്രൈ മതിയെന്ന്. അപ്പോൾ കടല കുറച്ച് വേവിച്ചത്, വെള്ളക്കടല ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അവന് ചന്ന മസാലയൊക്കെ ഇട്ടിട്ട്, പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചാട്ട് മസാല അതൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് അവന് ഇഷ്ടം. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ എന്തെങ്കിലും ഫ്രൈ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എനിക്കിത് മാത്രം മതി, മോരിയാറുണ്ടല്ലോ. പിന്നെ ആ തോരൻ അവൻ കഴിക്കലിട്ട്, അവൻ ക്യാബേജ് തോരനെ കഴിക്കുള്ളൂ. അപ്പോൾ ക്യാബേജ് തോരൻ ഞാൻ വെച്ചില്ല, കാരണം ഇത് വല്ലാതിരുന്ന് ഉണങ്ങിപ്പോണം, അതുകൊണ്ട് അത് വെച്ചത്. അപ്പോൾ അവന് ഇഷ്ടമല്ല, ഒരുവിധ പച്ചക്കറികളൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ വിചാരിക്കും എല്ലാം കഴിപ്പിച്ച് പഠിപ്പിച്ചുകൂടായിരുന്നെന്ന്. അങ്ങനെ നമ്മൾക്ക് എല്ലാവരും എല്ലാം കഴിപ്പിച്ച് പഠിപ്പിക്കാനായിട്ട് ചിലപ്പോൾ അവർ നിന്ന് തരില്ല. അതാണ്. ഇപ്പം എനിക്ക് 3 കുട്ടികളില്ലേ, അവർ 3 പേര് 3 തരക്കാരാണ്. അപ്പം ഞാൻ തന്നെയല്ല അവരെ 3 പേരെയും നോക്കിയത്. അപ്പോൾ റിച്ചാർഡ് മാത്രമാണ് ഫിഷ് കഴിക്കാത്തത്. റോജർ റയനൊക്കെ ഫിഷും എല്ലാ സാധനങ്ങളും ചിക്കനും ബീഫ് എല്ലാം കഴിക്കും. പക്ഷേ ഇവൻ മാത്രമാണ് ഈ വെജിറ്റബിൾസിൽ, അതും സെലക്റ്റഡ് വെജിറ്റബിൾസ്, അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ, പരിപ്പ് കറി അതൊക്കെയാണ് അവൻ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവന് മിക്കവാറും ഞാൻ ഓരോ റൈസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കണത്. കാരണം വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ആ തൈരിൻ്റെ അകത്തേക്ക് കാലത്ത് ഞാൻ റിച്ചാൻ ഇത്തിരി പാല് കാച്ചിട്ടുണ്ടായിരുന്നു. റിച്ചാനൊക്കെ താമസിച്ച് കഴിക്കണം. അപ്പോൾ റിച്ചാൻ ഇത്തിരി പാല് കാച്ചിയത് ഒരു പാക്കറ്റ് പാലുണ്ടായിരുന്നു. അപ്പോൾ റോജറുള്ളപ്പോൾ ആ ഒരു പാക്കറ്റ് പാല് 2 പേർക്കും കൂടി കൊടുക്കും. റയൻ പാലൊന്നും കുടിക്കില്ല, റയൻ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പാല് ഏതായാലും ഇന്നിപ്പോൾ ഞങ്ങൾ പോയിട്ടൊക്കെ വരുമ്പോൾ ഇരുന്ന് കേടായി പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ആ തൈര് ഇരുന്ന് വെച്ച പാത്രത്തിലോട്ട് ഓരോ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ, ഇതുണ്ടെങ്കിൽ വൈകുന്നേരം വരെയും പിന്നെ ഞാൻ അത് നോക്കി അത് കേടായിപ്പോയാൽ കളയേണ്ടി വരില്ലേ, അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് പിന്നെയും വെക്കണം. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത്. പിന്നെ ഇതൊന്ന് താളിച്ചൊക്കെ ഇട്ട് തൈരൊക്കെ ചേർത്ത് അരപ്പൊക്കെ ഇട്ട് അത് താളിച്ചിട്ട് അത്രയേ ഉള്ളൂ. ഇനി കടലയും കൂടി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ മുതലേ ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ടൈം എടുക്കും ഉച്ചയ്ക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം നമ്മളുടെ പണികൾ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു തോരൻ അങ്ങോട്ട് മാറ്റി അത് ഫ്ലെയിം ഓഫാക്കാതെ തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇനി കടലയും കൂടി ഇടക്കണം. അപ്പോൾ കടലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ സവാളയൊക്കെ നേരത്തെ രാവിലെ എന്നിട്ട് തന്നെ സവാള, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴച്ചിട്ട് അതിനകത്തേക്ക് ഇത്തിരി നമ്മുടെ ചന മസാലയും കുറച്ച് ചാട്ട് മസാലയും കസൂരി മേത്തിയും എല്ലാം കൂടിയൊക്കെ ചേർത്ത് ഒരു നോർത്ത് ഇന്ത്യൻ രുചിയാക്കി അവന് കൊടുക്കണം. സാധാരണ കടൽക്കറിയിലും അവന് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. അപ്പോൾ അതും കൂടി ചെയ്യണം. ഇത്തിരി തക്കാളിയും കൂടിയൊക്കെ ഇട്ടിട്ട് അത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഒരു ചാനൽ കണ്ടിട്ടാ, അത് ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ട് എനിക്കത് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. കാരണം അതിൽ ടൈറ്റിൽ എല്ലാം എഴുതിയിരിക്കുന്നത് 3:30 AM എഴുതിയിരിക്കുന്നത്. 3:30 മണിക്ക് വെളുപ്പിന എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ കയറി നോക്കിയത്. PM ആണോ തെറ്റി AM എന്ന് എഴുതിയതാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ കയറിയിട്ട് നോക്കിയത് കേട്ടോ. അങ്ങനെ നോക്കിയപ്പോഴൊക്കെയാണ് കാര്യം മനസ്സിലായത്. ഈ പെൺകൊച്ച് ചെറുപ്പം കുട്ടിയാണ് കേട്ടോ. ചെറിയൊരു മോളും ഉണ്ട്, അതിന് ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. അങ്ങനെ 3 പേരാണ് ഞാനാകെ കണ്ടത്. അപ്പോൾ ഈ പെൺകുട്ടി 3:30 മണിക്കാണ് എഴുന്നേക്കണത്. 3:30 മണിക്ക് അലാം വെച്ച് 3:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മളൊക്കെ ഈ 5:30 തന്നെ എഴുന്നേൽക്കുന്നതിന് ഒരുപാട് വെളുപ്പിനായിട്ടുള്ള പോലെയാണ് നമ്മൾ എഴുന്നേക്കുക. ഇത് 3:30 മണിക്ക് എഴുന്നേറ്റ്. അപ്പം ഞാൻ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന്
എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടി 3:30 മണിക്ക് എഴുന്നേൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2-3 വീഡിയോ ഒന്ന് കണ്ടു നോക്കിയത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ജ്യോതി എന്ന പുതിയ പാത്രത്തിലേക്ക് ഈ സംഭവങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം മാറ്റി പാത്രങ്ങളെല്ലാം കഴുകാൻ വേണം. അപ്പോൾ കിച്ചണെല്ലാം ആകെ നാശമായി കിടങ്ങും. അപ്പോൾ എല്ലാം ഒതുക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ടയേർഡാക്കി. 2 മരിപ്പിൻ്റെ കാര്യങ്ങൾക്കും പോയി അതിൻ്റെ മാസമെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഞാൻ ടയേർഡാകും. അപ്പോൾ ഈ സംഭവങ്ങൾ പിന്നെ കഴുകാനും പിടിക്കാനും അടുക്കളയിലെ പണിക്കൊന്നും എനിക്ക് നിൽക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇതിനകത്തേക്ക് ആക്കിയിട്ട് പോകണേന് കേട്ടോ. അപ്പോൾ ഈ ചാനലിൽ നോക്കിയപ്പോഴേക്കും ആ കുട്ടി 4:30 മണിക്ക് എന്തോ ട്രെയിനാണതിന് 5 മണിക്ക് 4:30 മണിക്ക് എന്തോ AM ട്രെയിനുണ്ട്. ട്രെയിനിൽ 4 മണിക്കൂർ എന്തോ ട്രാവൽ ചെയ്തിട്ടാണ്. അത് കോളേജ് ലെക്ചറാണ് ആ സ്കൂൾ ടീച്ചറാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തോ ടീച്ചറാണത്, ലെക്ചറാണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ പിടുത്തമില്ല. നിങ്ങൾ കുറേ പേര് ചിലപ്പോൾ ആ ചാനൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണേണ്. എവിടേക്കാണ് പോകണമെന്നും എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഹസ്ബൻഡ് 4:30-5 മണിക്ക് എന്തോ കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഡെയിലി കൊണ്ടുപോയിട്ട് ആക്കി കൊടുക്കും. അവിടെ നിന്നാണ് പുള്ളിക്കാരത്തി പോയിട്ട് പിന്നെ രാത്രി എന്തോ വന്നിട്ട് രാത്രി അധികം ജോലി ഉണ്ടാവില്ല. അമ്മ എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കി രാത്രിത്തേക്കുള്ളത് വീട്ടിലെത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സമാധാനം ഉണ്ടെന്നൊക്കെ ആ കുട്ടി പറഞ്ഞു കേട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അപ്പോൾ അതേ മീൻകറി തലേദിവസത്തതാണ് കേട്ടോ. നമ്മുടെ എന്താണ് മാച്ചാൻ കറിയാണ് കേട്ടോ. അതിൻ്റെ ഒരു പീസുണ്ട്. അപ്പോൾ അത് കൂടിയിട്ട് പപ്പക്ക് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് വറ്റിച്ചത് അത് ഒക്കെ എടുത്ത് മാറ്റണേണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാമല്ലോ. എല്ലാ പാത്രങ്ങളും കഴുകാൻ പോണേ ഞാൻ. അപ്പോൾ അങ്ങനെ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേക്കും എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു ലൈഫ് വേണ്ടെന്ന് ഞാൻ ചിന്തിച്ച് പോയി. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, 3:30 മണിക്ക് വെളുപ്പിന്. അത് 1 ദിവസമല്ല 2 ദിവസമല്ല, ഒരുപാട് നാൾ ആ കുട്ടി അങ്ങനെ എഴുന്നേറ്റ് ആ ഒരു ശീലം. എന്തുകൊണ്ടാണ് അവർ ജോലി സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും കാരണങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും. നമ്മളെല്ലാ വീഡിയോയും കണ്ടാലല്ലേ അതൊക്കെ അറിയുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല. ഏതായാലും രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെയുള്ള കറികളൊക്കെ തന്നെയാണ് ചെയ്യണത്. 2-3 തരം കറികളും പലഹാരം ചോറും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് 3/4 മണിക്കൂർ കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് വേഗം ഓടിപ്പോയി കുളിച്ച് നല്ല മിടിക്ക് നല്ല ഭയങ്കര ക്ഷീണിച്ചിരിക്കണം ആ കുട്ടിയുടെ. എനിക്ക് ആ കുട്ടീനെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നു. എങ്കിലും അത് ഭാവിയിലുള്ള ഒരു ജീവിതം നമുക്കൊന്ന് കെട്ടുറപ്പുള്ളതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ കഷ്ടപ്പെടണമെന്നും ഞാൻ വിചാരിച്ചേട്ടാ. അപ്പം ഞാനൊക്കെ വിചാരിക്കണത് നമ്മളൊക്കെ സേഫ് സോണിലല്ലേ ഇരിക്കണത്. വീടിൻ്റെ അകത്തിരിക്കുന്ന വീട്ടമ്മമാരാണ്. എത്ര സേഫ് സോണിലാണ് ഇരിക്കണത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് അത് കണ്ടപ്പം. അപ്പം ഞാനിതിൻ്റെ ഇടയിൽ തുണികളൊക്കെ കഴുകിയതും 2 തവണയായിട്ട് ആ പുതപ്പൊക്കെ 1 തവണയായിട്ട് ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു ഇടക്ക്. അങ്ങനെ ആ ജോലികളും പിന്നെ കിച്ചണെല്ലാം ഞാൻ ക്ലീനാക്കി എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇട്ടതിന് ശേഷമാണ് ഈ കഴുകണത് കേട്ടോ. അപ്പോൾ ഇനി ഒരു കഴുകൽ കഴിഞ്ഞാൽ എൻ്റെ പണികൾ തീർന്ന് പിന്നെ ഫുഡ് കഴിക്കുക, വേഗം പോവുക. തിരക്ക് പിടിച്ച് നിൽക്കണതാണ് ഞാൻ. ഒന്ന് കുളിച്ച് ഉടുപ്പ് മാറി അങ്ങനെ വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരുടെ ജീവിതങ്ങളെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി കേട്ടോ. 3:30 മണിക്ക് എങ്ങനെ എഴുന്നേക്കും ചേച്ചി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ചെറുപ്പം കുട്ടിയാണ് കേട്ടോ. അതിനകത്ത് ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ കൊച്ച് പറയുന്നുണ്ട്, ഞാൻ എഴുന്നേറ്റ് നിങ്ങൾക്കും വേണമെങ്കിൽ എഴുന്നേക്കാം, എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഡപ്പാൻ കുത്ത് പോലത്തെ പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യുമെന്ന്. അപ്പോൾ വീട്ടുകാർക്ക് ശല്യം ഇടാത്ത രീതിയിലായിരിക്കണമെന്ന് മാത്രം. ഇവിടെ പിന്നെ കുഴപ്പമില്ല, ചേട്ടനും എൻ്റെ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടനും എഴുന്നേക്കും, എന്നെ കൊണ്ടുപോയി ആക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഡപ്പാൻ കുത്തകൾ ഡാൻസൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രഷ് ആകും, പിന്നെ ജോലികളൊക്കെ ചടപടയെന്ന് തീരും എന്നൊക്കെയാണ് ആ കുട്ടി പറയണത്. പക്ഷേ എനിക്കതിനോട് ഒട്ടും യോജിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരിക്കലും സാധിക്കില്ല. അയ്യോ എല്ലാ ദിവസമൊക്കെ അങ്ങനെ എഴുന്നേറ്റ് പോകുക എന്ന് പറയണത് നടക്കാത്ത കാര്യം. എന്തോരം പണം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നില്ല. പക്ഷേ ആ കൊച്ച് അത് ചെയ്യുന്നുണ്ട്. കാരണം നല്ലൊരു ജോലിയായിരിക്കും എനിക്ക് തോന്നുന്നത്. കോളേജ് ലെക്ചറാകാനാണ് സാധ്യതയെന്ന് തോന്നുന്നത്. അപ്പോൾ മാറ്റം കിട്ടിയത് അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഒരു റിലേറ്റീവ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഷെറീന സണ്ണി എന്നാണ് ചാനലിൻ്റെ പേര്. ആ കൊച്ചിൻ്റെ പേര് തന്നെയാണ് കേട്ടോ. മുംബൈയിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനൊന്ന് കൊടുത്തേക്കാം. നല്ല ഭംഗിയുള്ള വീഡിയോകളാണ്, ചെറിയ വീഡിയോകളാണ്, തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കയറി നോക്കണേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ.
അപ്പോഴത്തേ ഞങ്ങൾ പോയിട്ടൊക്കെ വന്ന് ഞാനും പപ്പയും പോയിട്ടൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴേ റിച്ചാർഡിന് പിന്നെ രാത്രി ആ കടലക്കറി കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട് ഒരിത്തിരി വിഷമം പോലെ എനിക്ക് തോന്നിയായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണുന്നത് എനിക്ക് സങ്കടം. അപ്പം ഞാൻ പറഞ്ഞേ ഏതായാലും ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് പുലാവ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പുലാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് എളുപ്പ പണിയായതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. പുലാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് മറ്റേ നഗറ്റ്സ് ഉണ്ടല്ലോ, നഗറ്റ്സ് ഞാൻ വറുത്ത് തരാം രാത്രിത്തേക്ക്, അത് കൂട്ടിയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞ്. അപ്പം അവൻ പെട്ടെന്ന് പറഞ്ഞ് മമ്മി ഫ്രൈഡ് റൈസ് ആണെങ്കിലാണ് നല്ലത്, പുലാവ് എനിക്കത്ര കഴിഞ്ഞ ദിവസം കഴിച്ചതല്ലേ. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പണിപ്പാടുള്ളൊരു സംഭവമാണ്, അത് ചെയ്യാനും എനിക്ക് മടിയാണ്. പക്ഷെ അവനങ്ങനെ പറയപ്പോൾ എനിക്ക് സങ്കടം വന്നു. വേണമെന്നുണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ ഓർഡർ ചെയ്തിട്ടൊക്കെ കഴിക്കും. പക്ഷെ അങ്ങനെ എപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കുമ്പോൾ എനിക്കൊരു വിഷമം. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി തരാം, കുഴപ്പമില്ല എന്ന് പറയും. സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സെലറി മാത്രമാണ് ഉണ്ടാകാതിരുന്നത്. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് സെലറി മേടിക്കാൻ പറയാൻ വേണ്ടി നിന്നിട്ട് പപ്പ എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് പപ്പ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. പപ്പക്ക് ഫുൾ അവിടെ തന്നെയൊക്കെ ആയിരുന്നു, പപ്പയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പപ്പക്ക് മേടിക്കാൻ പോകാൻ പറ്റിയില്ല. പിന്നെ റയൻ സൈക്കിളിന് പോയിട്ട് സെലറി മേടിച്ച് പിന്നെ ഗ്രീൻ പീസ് മേടിക്കാൻ പറഞ്ഞിട്ട് ഗ്രീൻ പീസ് വേവിക്കാത്ത പച്ചക്കളറുള്ള ഗ്രീൻ പീസും കൂടെ ഫ്രോസൺ അല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ടില്ല കേട്ടോ. പിന്നെ അത് വേവിച്ചൊക്കെ എടുക്കാൻ എനിക്ക് മടിയായി. അപ്പോൾ ഈ സെലറി എല്ലാം മേടിക്കാൻ പറഞ്ഞത് സ്പ്രിംഗ് ഒണിയനാണ്. സ്പ്രിംഗ് ഒണിയൻ കിട്ടിയില്ല, അതുകൊണ്ട് സെലറി ഏതെങ്കിലും ഒരെണ്ണം മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. സ്പ്രിംഗ് ഒണിയൻ കിട്ടിയെങ്കിൽ സെലറി മേടിച്ചു. അപ്പോൾ സെലറിയാണ് കിട്ടിയത്, അപ്പോൾ അത് മേടിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കറികളെല്ലാം ഉണ്ടായിരുന്നു. ബീൻസ് ഉണ്ട്, ഇത്തിരി ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയൊക്കെ എടുക്കണേണ് കേട്ടോ. പിന്നെ വഴറ്റുന്നത് ഇത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ മേടിച്ച് വെച്ചിട്ടൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടാകുന്ന കേട്ടോ. അപ്പോൾ അതിരുന്ന് കേടായി പോകണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അത് തന്നെ ഇട്ടിട്ട് വഴറ്റി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇടുന്നത്. ഇതിനകത്ത് ഗരം മസാലയൊന്നും ഇടില്ല നമ്മൾ. അപ്പോൾ ഈ സെലറിയുടെ തണ്ടും ഒക്കെ കുറച്ചിട്ടിട്ടും കൂടി ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അവസാനം നമ്മൾ പച്ചക്ക് ഏറ്റവും അവസാനത്തും കഴിയുമ്പോൾ കുക്കിംഗ് കഴിയാൻ നേരത്തും ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ക്യാപ്സിക്കം മാത്രമാണ് ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തത്, അത് വെന്ത് അലിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊടിയായിട്ട് അരിഞ്ഞ് സവാളയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വഴറ്റി എന്നിട്ടാണ് പച്ചക്കറി ഓരോന്നേ വേവനുസരിച്ചിട്ട് ആദ്യം അങ്ങനെ ഇട്ട് വഴറ്റണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സോസുകളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം ഇട്ടത് സോയാ സോസാണ് കൂടുതൽ ഇട്ടത്. പിന്നെ ചില്ലി ഗാർലിക് സോസ്, ചില്ലി സോസ്, പിന്നെ ഒരു സോസ് അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അത് റോജർ എന്ന് നമ്മൾ ലുലുമോളി പോയപ്പോൾ എടുത്തതാണ്. ഈ ഒരു സോസ് ഇത് ഫ്രൈഡ് റൈസിലേക്ക് ഇടണം നല്ലതാണ് മമ്മി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചാണ്. എന്താണ് സംഭവം എന്ന് എനിക്ക് യാതൊരു പിടുത്തമില്ല. അതും കൂടി ഇട്ട്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇവർ ഈ നിന്ന നിപ്പിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് റൈസ് നേരത്തെ വേവിച്ച് വെക്കാനൊന്നും പറ്റിയില്ല. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ റൈസില്ലേ നേരത്തെ വേവിച്ച് വെക്കണം, എന്നിട്ട് അത് തണുത്തതിന് ശേഷമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എടാ കൈമ റൈസാണ്, അത് പൊടി പോലെ ഇരിക്കണത്, ഇതിന് ഇത്തിരി നീളമുള്ള റൈസായാലെന്നുണ്ടെങ്കിൽ ജീരകശാല റൈസായാലും കുഴപ്പമില്ല, അത് ഈ ഒരു കൈമ റൈസ് ഇതിനത്ര പോരാ എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റൈസ് ഇത്തിരി ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടാണ്, ഇവൻ പറഞ്ഞ ആ സമയത്ത് തന്നെ റൈസ് ഒന്നും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ടാണ് ഇനി വറുത്തെടുക്കാൻ പോണത്. കാരണം നമ്മളുടെ ഈ വോക്ക് പാനൊക്കെ ഞാൻ കഴുകി വെച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പുറത്തുനിന്ന് എടുത്ത് കഴുകേണ്ടി വന്നില്ല, വേഗം തന്നെ എടുക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ചിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ റൈസ് നമ്മൾ ഈ സമയത്തല്ലേ പെട്ടെന്ന് വേവിച്ചെടുത്തത്. നേരത്തെയൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ കാലത്ത് വേവിച്ച് വെച്ച് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ് നല്ലത്. ഇതിപ്പോൾ ആ ചൂടോടുകൂടി തന്നെയാണ് റൈസ് ഇട്ട് ഞാൻ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ റൈസ് ആയതുകൊണ്ട് അങ്ങനെ കട്ട പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഇത് ഇത്തിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ എല്ലാം വിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ 2 ബാച്ചിൽ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്ത് അത് മാത്രം ബാക്കി അവിടെ മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ തണുത്ത എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പൊടിയാതെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മറ്റത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇവർക്കിപ്പോൾ ഒരു നേരത്തേക്കുള്ള മതി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ ചിക്കൻ കുറേ ദൂരെ നിന്നുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത് ഞാൻ അറിഞ്ഞത് പോലുമില്ല. നഗറ്റ്സ് വറുക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നഗറ്റ്സ് വറുത്തില്ല. ഇത് 2 തരത്തിലെ ചിക്കനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഏകമുദ്ര ദ്വിമുദ്ര പോലെയാണ് എനിക്ക് തോന്നിയത്, ഒരുപോലെ തന്നെ ഉണ്ട്. അവൻ പറഞ്ഞത് 2 ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് വേണ്ട, ഞാൻ കഴിക്കണില്ലല്ലോ ഇപ്പോൾ രാത്രിയൊക്കെ,
ജീരക ഇത് ഓട്സല്ലേ കഴിക്കണം. അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ട് എനിക്ക് ഒരുപോലെ തന്നെ തോന്നി. അപ്പോൾ പപ്പക്ക് കൊടുക്കാനുള്ള ചോറും എല്ലായിടത്തും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വെച്ചാൽ പാത്രത്തിലൊക്കെ ആക്കി അതവിടെ വെച്ചിട്ടുണ്ട്. പപ്പ ഇപ്പോഴും വന്നിട്ടില്ല, കാരണം ഒരു മരിപ്പ് പിറ്റേ ദിവസമാണ് ഫ്യൂണറൽ. അപ്പോൾ അതുകൊണ്ട് പപ്പ അവിടെയൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും കാണാം.